തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്തയുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: മദ്യശാലകൾക്ക് പൂട്ടിട്ട് വിജയ്, 717 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ നിർത്താൻ ഉത്തരവ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. വിജയ് എന്ന് വെച്ചാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അധികാരത്തിൽ ഏറ്റ ഉടനെ എടുത്ത ആദ്യ തീരുമാനമാണ്. വാർത്ത ഇങ്ങനെയാണ്: തമിഴ്നാട്ടിലെ 717 മദ്യശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്. 717 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ 2 ആഴ്ചക്കകം അടച്ചുപൂട്ടണം എന്നാണ് ഉത്തരവ്. സ്കൂളുകൾക്ക് സമീപമുള്ള 186, ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള 276, ബസ് സ്റ്റാൻഡിനടുത്തുള്ള 255 മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്. തമിഴ്നാട്ടിൽ ആകെ 4765 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. അതിൽ 717 എണ്ണമാണ് പൂട്ടുന്നത്. പൊതുജന താൽപര്യം കണക്കിലെടുത്താണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു. സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും 50 മീറ്റർ പരിധിയിൽ മദ്യഷോപ്പുകൾ പാടില്ല എന്നാണ് തമിഴ്നാട്ടിലെ നിയമം. ഇതാണ് 500 മീറ്ററായി ഉയർത്തുന്നത് എന്നാണ് വാർത്ത. ഈ വാർത്തയ്ക്ക് എന്താണ് കേരളത്തിൽ ഇത്ര പ്രസക്തി എന്നല്ലേ? ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ, ഇനി മലയാള മനോരമ പത്രം അരിച്ചു പെറുക്കി വായിക്കണം. കാരണം സർക്കാർ എന്ത് തീരുമാനിക്കുന്നോ അതിനു മുമ്പ് വാർത്ത വരുന്നത് മലയാള മനോരമയിലായിരിക്കും. അതല്ലെങ്കിൽ മലയാള മനോരമ നയം പ്രഖ്യാപിക്കും, അത് സർക്കാർ നടപ്പാക്കും എന്ന രീതിയിലേക്ക് കേരളം തിരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് മലയാള മനോരമയിൽ വന്ന ഈ വാർത്തയ്ക്ക് അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത്. 10-ാം പേജിൽ, മലയാള മനോരമയുടെ 10-ാം പേജിൽ, ഇന്നത്തെ മനോരമയാണ്. ഇന്നത്തെ മനോരമ എന്ന് വെച്ചാൽ 2026 മെയ് 12 ചൊവ്വാഴ്ചയിലെ മലയാള മനോരമ ദിനപത്രത്തിന്റെ 10-ാം പേജ്. അതിലൊരു വാർത്തയുണ്ട്: പുതിയ സർക്കാരിന്റെ മദ്യനയം, തിരുത്തലിന് എത്ര വീര്യം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്, പ്രേക്ഷകർക്ക് കാണാം. LDF ഭരണകാലത്ത് എതിർത്ത ഏതെല്ലാം തീരുമാനങ്ങൾ UDF സർക്കാർ തിരുത്തുമെന്നതിൽ ആകാംക്ഷ എന്നാണ് വാർത്തയിൽ പറയുന്നത്. തലക്കെട്ട് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ മദ്യ നയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ സർക്കാർ മാറ്റം വരുത്തുമോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്ക് സർക്കാർ തിരിച്ചു പോകുമോ? ഈ ചോദ്യം ഉയർത്തുന്നത് മലയാള മനോരമ തന്നെയാണ്. ചർച്ചയ്ക്ക് വെക്കുകയാണ് കേരള സമൂഹത്തിന് മുന്നിലേക്ക് മലയാള മനോരമ ഇക്കാര്യം. സർക്കാരിനെ അനുകൂലമായി തീരുമാനമെടുക്കാനാണോ അതല്ല സർക്കാരിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാനാണോ എന്നത് ഇനി അറിയാനുള്ളൂ. എന്തായാലും വാർത്ത വായിച്ചു നോക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കാര്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്ത് കോൺഗ്രസിൽ വിവാദമാകുകയും ഭരണം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്ത മദ്യനയത്തിൽ പുതിയ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നതിൽ ആകാംക്ഷ. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ മദ്യനയത്തിന്റെ ഭാഗമായും അല്ലാതെയും ബാറുകൾക്ക് നൽകിയ ഇളവുകളെ ആ ഘട്ടത്തിലെല്ലാം പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റാൽ എക്സൈസ് വകുപ്പ് ആദ്യം കടക്കുക പുതിയ മദ്യനയത്തിന്റെ പണിപ്പുരയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ മദ്യനയം കഴിഞ്ഞ സർക്കാർ പുതുക്കിയിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എതിർത്ത ഏതെല്ലാം തീരുമാനങ്ങൾ പുതിയ സർക്കാർ തിരുത്തുമെന്നതാണ് അറിയേണ്ടത്. 720 ബാറുകൾ പ്രവർത്തിക്കുമ്പോഴാണ് മദ്യനയത്തിന്റെ ഭാഗമായി UDF സർക്കാർ ഇത് 29ലേക്ക് ചുരുക്കിയത്. എന്നാൽ അന്ന് അടച്ചുപൂട്ടിയ ബാറുകളെല്ലാം പിന്നീട് വന്ന LDF സർക്കാർ തുറന്നു കൊടുത്തു. പുതിയ ലൈസൻസ് യഥേഷ്ടം കൊടുത്തു. ഇപ്പോൾ ആകെ ബാറുകൾ 851 ആയി. പൂട്ടിയ ബൗക്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും ഘട്ടം ഘട്ടമായി തുറന്നു. 333 ഔട്ട്ലെറ്റുകളെ പ്രവർത്തിക്കുന്നുള്ളൂവെങ്കിലും 559 എണ്ണം പ്രവർത്തിക്കാനുള്ള ഉത്തരവ് കഴിഞ്ഞ സർക്കാർ നൽകിയിട്ടുണ്ട്. ബാറുകളുടെയും ഔട്ട്ലെറ്റുകളുടെയും എണ്ണം കൂട്ടിയതിനെ എതിർത്ത UDF എണ്ണം കുറയ്ക്കാൻ സ്വമേധയാ തയ്യാറായേക്കില്ല എന്ന ഒരു ചെറിയ പ്രതീക്ഷ കേരളത്തിന് നൽകുന്നുണ്ട് മലയാള മനോരമ. എങ്കിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും UDF സർക്കാരിൻ്റെ പുതിയ മദ്യനയം? UDF സർക്കാരിൻ്റെ കാലത്ത് എന്ന് വെച്ചാൽ 2011 മുതൽ 2016 വരെയുള്ള കാലത്ത് ബാറുകളെ സംബന്ധിച്ച് വലിയ ചർച്ച നടന്ന 5 വർഷമായിരുന്നു. ഏറ്റവും ഒടുവിൽ VM സുധീരൻ ഇടപെടുകയും ബാറുകൾക്ക് ലൈസൻസ് നൽകാൻ പാടില്ല എന്ന് പറയുകയും അതേ തുടർന്ന് ഉമ്മൻചാണ്ടി VM സുധീരനോടുള്ള ഒരു പ്രതികാരം എന്ന നിലയിൽ എല്ലാ ബാറുകളും അടച്ചുപൂട്ടുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമായിരുന്നു അന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ നയത്തിൽ മാറ്റം വരുത്തും എന്ന്. അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. കേരളത്തിൽ പൂട്ടിയ ബാറുകളെല്ലാം തുറന്നിരുന്നു. ഔട്ട്ലെറ്റുകൾ കൂടുതലായി അനുവദിച്ചിരുന്നു. ബിവറേജ് കോർപ്പറേഷൻ്റെയും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെയും ഒക്കെ. ഇതെല്ലാം അടച്ചുപൂട്ടി തിരിച്ചു പോകുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്.
തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ എടുത്ത തീരുമാനത്തിലേക്ക് UDF സർക്കാർ പോകുമോ? ബാറുകളുടെ എണ്ണം കുറക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയരുന്നുണ്ട്. 1-2 ബാറുകളുടെ എണ്ണം കുറക്കുക അസാധ്യമാണ്. അങ്ങനെ പൂട്ടാൻ കഴിയില്ല. പൂട്ടുന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ 5 സ്റ്റാറുകൾക്കും അതിനു മുകളിലുമുള്ള ബാറുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റു ബാറുകളെല്ലാം പൂട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഈ ആശങ്കയാണ്, ഈ ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തീരുമാനമുണ്ടാകും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ മദ്യനയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ LDF സർക്കാരിന്റെ മദ്യനയമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ വർഷം പുതിയ മദ്യനയം പ്രഖ്യാപിച്ചിരുന്നില്ല, കാരണം തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ടാണ്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ സർക്കാരിന്റെ നയം, മദ്യനയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിൽ എന്തായിരിക്കും UDF തീരുമാനമെടുക്കുക, ഘടകകക്ഷികളെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കും എന്നൊക്കെയുള്ളത് വലിയ ആകാംക്ഷയാണ്. എന്ത് തന്നെയായാലും UDF സർക്കാരിന്റെ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന നിലപാട് പൊതുവെ പറയുന്നുണ്ട്. എങ്കിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. കേരളത്തിലെ ബാറുകൾക്ക് താഴെ വീഴുമോ എന്നതേ ഇനി അറിയാനുള്ളൂ.